എൻ്റർടൈനിങ് ആണ്, അടിപൊളിയാണ്. ഹായ് വീഡിയോസ് കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പടം വന്ന് കാണുക. എൻ്റർടൈനിങ് ആണ്, ബാലൻസ് കുറച്ച് അടിപൊളിയാണ്. മൂവി ഒന്ന് കാണുക, എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ പുതിയ ക്രൂ ടീമൊക്കെയാണ്, എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വന്ന് കാണുക, വൺ ടൈം വർത്ത് വാച്ചാണ്. താങ്ക് യു ബ്രോ. BGM ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? BGM അടിപൊളിയായിരുന്നു കേട്ടോ. BGM എനിക്ക് ഇഷ്ടം, കാരണം BGM ആണ് അതിൻ്റെ ഒരു എനർജി വരുന്നത്. സോ അടിപൊളിയായിരുന്നു, BGM അടിപൊളിയായിരുന്നു. ഓരോ സോങ്സും അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് എസ്പെഷ്യലി BGM ആണ് ഇഷ്ടപ്പെട്ടത്. BGM ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സീൻ എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും ഫുൾ ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായാലും ഇതൊരു വലിയ സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു മൂവി, ഫസ്റ്റ് ഷോ അല്ലേ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഷോ ആണ് കേട്ടോ. അപ്പം അത് ഈ ഒരു മൂവിയാണ്. പിന്നെ പൊടിയുടെ ഫ്രണ്ട് ഫായസ് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു കാര്യം. പിന്നെ എല്ലാവരും ഹക്കീം എല്ലാവരും അടിപൊളി, വളരെ കൃത്യമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഓക്കെ, സോ അപ്പം എല്ലാവരും വന്ന് മൂവി കാണുക, മനസ്സിലായില്ലേ, മൂവി കാണുക. പിന്നെ ഇവരുടെ ആ ഒരു എഫേർട്ട് നിങ്ങളെല്ലാം വാല്യൂ ചെയ്യുക. എല്ലാവരും വന്ന് മൂവി കാണുക. താങ്ക് യു ചേച്ചി. ആരൊക്കെ പറയും? സന്ദേശം വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ എടുത്തതാണ്. ഭയങ്കര കറക്റ്റ് നിലമ്പൂർ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തത്. വയസ്സും ലൈക്ക് ഫസ്റ്റ് ഫിലിമാണ് വയസ്സിന്റെ, പക്ഷേ ഭയങ്കര ഒരു കോമഡി ക്യാരക്ടർ പോലെയാണ് ചെയ്യണം. പക്ഷെ എൻഡിൽ അങ്ങനത്തെ ട്വിസ്റ്റും ഉണ്ട്. പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീമിന്റെ സ്റ്റേജിൽ വരുമ്പോൾ മറ്റു സാധനം ഫുൾ സ്ക്രീൻ ഓഡിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറൊരു രീതിയിലൊരു മ്യൂസിക് ആവട്ടെ, ഫാമിലി ഡ്രാമ എല്ലാ ജോണറിലും എന്താ പറയുക, ഫാമിലി ആയാലും ഫാമിലി ഡ്രാമ ആക്കി സീൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരു റോൾ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ നല്ല രസമായിട്ടാണ് ചെയ്തത്. ആളുടെ ഡയലോഗിലൊക്കെ നല്ല കൈയടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് ഡിഫറെൻ്റാണ്. കുറേ നാളിന് ശേഷം ചെയ്യുന്ന ഒരു ക്യാരക്ടർ. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം. അതെ അതെ, നല്ല സോങ്സ് യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ കേൾക്കുമ്പോഴാണ് അതിന് ഫുൾ എഫക്റ്റ് കിട്ടുന്നത്. അടിപൊളി പടമാണ്. സജിൽ, ഡയറക്ടർ സജിൽ, ആള് 24 വയസ്സുള്ളൂ. ഇപ്പോൾ എനിക്ക് 23 അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയൊരു ഇൻസ്പിറേഷനാണ്. പുള്ളി ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു മൂവി ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ ഒരു സംഭവമാണ്. പിന്നെ ഹക്കീം ആദ്യം ഒരു നടനാന്ന് വരാൻ നമുക്ക് തോന്നില്ല, കാരണം നടനായിട്ട് വരുന്ന ഈ ഒരു മൂവിയിൽ നാളെ പുള്ളി നല്ലപോലെ വളർച്ച കാണിച്ചിട്ടുണ്ട്. പിന്നെ വില്ലൻ അറിയാലോ, ഈ വേറെ ലെവലിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഉറപ്പായിട്ടും കാണണം. ബിക്കോസ് ഈ ഒരു ഫൈറ്റ് കാണുകയും മോഡലിൽ കണ്ടത് മാത്രമല്ല, ആ മേക്കിംഗ് മാത്രം. ജെസ്സിയുടെ DOP ആണെങ്കിലും ആള് ക്യാമറ, ആൾ ഫസ്റ്റ് മൂവിയാണ്. അങ്ങനെ നോക്കുന്ന ആളും അടിപൊളിയാണ്. കടകനുണ്ടോ ഞങ്ങൾക്ക്? നാട്ടുമ്പുറത്തെ ആ ഒരു ടെക്സ്ചർ മൊത്തം ക്യാരക്ടേഴ്സ് ആണെങ്കിലും, അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളിയാണ്. എല്ലാവരുടെയും പെർഫോമൻസ് നല്ല സെറ്റ്. അശോക് ഏട്ടനാണെങ്കിൽ എല്ലാവരും ഹക്കീം, ഫീമെയിൽ ആർട്ടിസ്റ്റും എല്ലാവരും നന്നായിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണോ?